Boche Gold and Diamonds. Buy now, pay later. UDF-നെ ഞെട്ടിച്ച ഒഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടകനായ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി. ക്ഷീരോത്പാദക സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിലും കൃഷിഭവൻ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനത്തിലുമാണ് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായത്. മന്ത്രിയുടെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സജ്ന താനൂർ മന്ത്രിയുടെ കൈകളിൽ ഭദ്രമാണെന്നും അഭിപ്രായപ്പെട്ടു. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയുടെ പ്രവർത്തനമാണിതെന്നും ഈ പ്രവർത്തനത്തിൽ അഭിമാനമാണ് ഉള്ളതെന്നും മന്ത്രിയും പ്രതികരിച്ചു. താനൂരിലെ ബോട്ട് ദുരന്ത പശ്ചാത്തലത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്കുള്ള UDF-ന്റെ ബഹിഷ്കരണം നിലനിൽക്കെയാണ് നേതൃത്വങ്ങളെ ഞെട്ടിച്ച ഒഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി മന്ത്രിയുടെ ചടങ്ങുകളിൽ അധ്യക്ഷയായത്. ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടകനായ 2 പരിപാടികളിലാണ് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചത്. ചടങ്ങുകളിൽ വൈസ് പ്രസിഡന്റ് പ്രസംഗവും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. താനൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു ജനപ്രതിനിധിയാണ് വി അബ്ദുറഹ്മാനെന്നും താനൂർ ആ കൈകളിൽ ഭദ്രമാണെന്നും സജ്ന പാലേരി പറഞ്ഞു. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ നാടിന്റെ വികസനവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ഏറെ ബഹുമാന്യനായ നമ്മുടെ മന്ത്രി വി അബ്ദുറഹ്മാൻ സാറിന്റെ നേതൃത്വത്തിൽ താനൂരിന്റെ മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും അദ്ദേഹം MLA ആയത് കാലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഒഴൂർ പഞ്ചായത്തിൽ തന്നെ നിരവധി വികസനം നടന്നതായും തന്റെ വാർഡിലെ റോഡിന്റെ പ്രവൃത്തിക്കും ഫണ്ട് അനുവദിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സജ്ന പറഞ്ഞു. അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ എവിടേക്കാണോ വികസനം ആവശ്യമുള്ളത് അവിടെ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ അദ്ദേഹം വികസനത്തിന് കൈത്താങ്ങായി നിന്നിട്ടുണ്ട്. അതിന്റെ ഒരു എന്റെ വാർഡ് മേൽമുറിയിലും അദ്ദേഹം ഞങ്ങളുടെ മേൽമുറിക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നവും അത്യാവശ്യവുമായിരുന്നു ഞങ്ങളുടെ ഞാറ്റൂട്ടിപ്പാറ മുതൽ പറപ്പാറപ്പുറം വരെയുള്ള റോഡ്. ആ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനും സാറിനോട് ഞാൻ കാണുമ്പോൾ വളരെ ഇതായിട്ട് ചോദിച്ചു. ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ അടുത്ത് ഫണ്ട് ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതിന് ഞങ്ങൾ മേൽമുറിക്കാരെല്ലാവരും സാറിനോട് എന്നും കടപ്പെട്ടിരിക്കും. ആ ഒരു നന്ദി ഈ വേളയിൽ സാറിനോട് ഞങ്ങൾ അറിയിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ താനൂർ മണ്ഡലത്തിൽ നമ്മൾ സ്വപ്നം കാണാൻ പോലും നമുക്ക് കഴിയാത്ത ഒരുപാട് പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ, അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാറിന് കഴിഞ്ഞു എന്ന രീതിയിൽ നമുക്കറിയാം. ഈ ഒരു താനൂര് എന്നും സാറിന്റെ കയ്യിൽ ഭദ്രമാണ് എന്നതിന്റെ തെളിവാണ് സാറിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം. അതേസമയം സജ്ന പാലേരിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് മന്ത്രിയും രംഗത്തെത്തി. ഒരു ജനപ്രതിനിധിയുടെ കർത്തവ്യമാണ് നിറവേറ്റിയതെന്നും ജനങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണിതെന്നും ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും മന്ത്രിയും പ്രതികരിച്ചു. ബന്ധപ്പെട്ട ആളുകൾ മാറി നിൽക്കുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ കർത്തവ്യം എന്താണെന്ന് കൃത്യമായി അറിയുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അവർ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുടെ ഭാഗമാണ് എന്ന് മാത്രമേ ഈ കാര്യത്തിൽ ഞാൻ പറയൂ. അതിനെ വേറെ ആരും രാഷ്ട്രീയമായി കാണേണ്ട ഒരു ആവശ്യമില്ല. അതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം. വൈസ് പ്രസിഡന്റിന്റെ നടപടി UDF കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. നേരത്തെ ഒരു സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടതിന് ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റിനോടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയോടും UDF നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. പഞ്ചായത്തിന്റെ തന്നെ ഒരു പരിപാടിയായതിനാലാണ് താൻ പങ്കെടുത്തതെന്നും തന്നോട് ആരും പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും സജ്ന പാലേരി പറഞ്ഞു. അതേസമയം കോൺഗ്രസ് നേതൃത്വവും വൈസ് പ്രസിഡന്റ് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് അറിയുന്നത്.